ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു ഡേ വ്ളോഗാണ്. മോർണിംഗ് മുതൽ നൈറ്റ് വരെയുള്ളൊരു വ്ളോഗ്. അതിൽ മെയിനായിട്ട് 2 റെസിപ്പി കാണിക്കുന്നുണ്ട്. ഒന്ന് ഒരു ബീഫ് പുലാവും, അഫ്ഗാനി ബീഫ് പുലാവും, പിന്നെ ഒരു ന്യൂഡിൽസിൻ്റെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിതാ മോർണിംഗ് ഒരു 5:15 ആയിട്ടുണ്ട് എഴുന്നേൽക്കുമ്പോൾ. അതൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മുന്നാക്ക് സ്കൂളിൽ പോകാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ ഒരു ബോക്സിൽ ഇപ്പോൾ ഇതാ ഫ്രൂട്ട്സും അതേപോലെ എന്തെങ്കിലും വല്ല സാൻഡ്വിച്ച് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കും. ഇന്നിപ്പോൾ വെച്ച് കൊടുക്കുന്നത് ഒരു ആപ്പിളും അതേപോലെ ക്രോഷൻറ്റുമാണ് ഒരെണ്ണം വെച്ച് കൊടുക്കുന്നത്. ഇനി പിന്നെ ഒരു വ്രാപ്പാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് സ്ട്രിപ്സ് പൊരിച്ചെടുത്തതും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കൂടിയിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രിപ്സ് ഒന്ന് ക്രഷാക്കിയിട്ട് പിന്നെ ആ വ്രാപ്പിൽ നമ്മളിപ്പോൾ ചെദാർ ചീസില്ല അതിൻ്റെ സോസും പിന്നെ ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് മയോണീസും കൂടിയിട്ട് ഒന്ന് മിക്സാക്കി വെച്ച് കൊടുക്കുകയാണ്. അതൊന്ന് മിക്സാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും അതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കൻ്റെ സ്ട്രിപ്സും ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടിയിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നമ്മൾ ഫ്രൈ പാനിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പിയിൽ നല്ല ഇതിൽ കിട്ടും. അതുമാത്രമല്ല നമ്മളിത് പൊട്ടിപ്പോവും. ഇത് ചൂടാക്കിയില്ലെങ്കിൽ ഈ വ്രാപ്പ് പൊട്ടിപ്പോവും. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താലും മതി. അങ്ങനെ മുന്നയുടെ സ്കൂളിലേക്കുള്ള എല്ലാ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ മുന്നേ അവിടെ ഒരുങ്ങണമുണ്ട്. 6:15 ആകുമ്പോഴത്തേനും ബസ് വരും. അപ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ മുന്നേ പോയതിന് ശേഷം പിന്നെ ആദ്യം പോയി ഡ്യൂട്ടിക്ക്. അപ്പോൾ രണ്ടാളും പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്നെങ്കിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്നെന്ത് ചെയ്തു, കാലത്ത് തന്നെ പെട്ടെന്ന് പുലാവ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ പുലാവിനുള്ള പണികൾ നോക്കുകയാണ് കാലത്ത് തന്നെ. അപ്പോൾ അതിലേക്ക് മെയിൻ വേണ്ടത് ഒരു സവോള. ഇപ്പോൾ ഞാനിവിടെ എടുത്തത് 1.5 ഗ്ലാസ് അരിയും 1 കിലോ ബീഫുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ളത് ഒരു സവോള, ഒരു വലിയ വലുപ്പത്തിലുള്ള ഒരു സവോളയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും, പച്ചമുളക് വേണ്ട. പിന്നെ അതിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു മസാല ഉണ്ടാക്കുകയാണ്. കുരുമുളകും അതേപോലെ മല്ലി, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് പട്ട, അതേപോലെ ഏലക്കായ, ഗ്രാമ്പും കൂടിയിട്ട് ഒന്ന് ഈ ഒരു സംഭവങ്ങൾ മതി. എന്നിട്ട് നമ്മൾ അതൊന്ന് മസാല ഉണ്ടാക്കിയെടുക്കുകയാണ്.
ഇനി പിന്നെ പുലാവിലേക്കുള്ള ബീഫ് ഒന്ന് കഴുകി വെക്കണം. നമുക്ക് ഒരു വലിയൊരു കഷ്ണം ഉള്ള ലെവലിൽ എടുക്കണം കേട്ടോ. നല്ലപോലെ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കില്ല അതുപോലെ നല്ല ചെറുതാക്കിയിട്ട് അല്ലെങ്കിൽ കറിക്കറിയണ പോലെ അല്ലാണ്ട് കുറച്ച് വലിയൊരു ക്യൂബ് പോലെ അല്ലെങ്കിൽ കുറച്ച് വലുപ്പത്തിലാണെങ്കിൽ അത്രയും നല്ലത്. ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലപോലെ ഉടഞ്ഞു പോവും ഇതിൽ. അങ്ങനെ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇതിലേക്ക് നമ്മൾ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ല് വേറെയാവും, ടേസ്റ്റും. അപ്പോൾ ഓയിൽ അല്ലെങ്കിൽ നെയ്യിലാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതാ ഈ ഒരു സബോള ഒരു ബ്രൗൺ കളർ ആവണം കേട്ടോ. നല്ലപോലെ അങ്ങനെ വഴണ്ടിട്ട് നല്ലപോലെ ബ്രൗൺ ആവണം. ആ ബ്രൗൺ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വെളുത്തുള്ളിയും ഇഞ്ചി ഉണ്ടല്ലോ, അപ്പോൾ അത് രണ്ടും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂത്തിട്ട് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫും നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലയില്ലേ അതും ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇത് നമ്മളൊന്ന് സെറ്റാക്കി. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ഇനി ഇതിലേക്ക് ആഡ് ചെയ്യണില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ കുറച്ച് വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ ഈ വെള്ളത്തിലിട്ടിട്ടാണ് നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എക്സ്ട്രാ 2 ഗ്ലാസ് വെള്ളം വെച്ചു. കാരണം 1.5 ഗ്ലാസ് അല്ല അരി, അപ്പോൾ 3 ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയിട്ട് എക്സ്ട്രാ 2 ഗ്ലാസും കൂടെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കേട്ടോ. അങ്ങനെ ആ പണിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു. പിന്നെ എന്താ പറയുക, കാലത്ത് ഇവർ രണ്ടാളും നേരത്തെ പോകണ കാരണം അങ്ങനെ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടാ കാലത്തൊക്കെ. കാരണം ഇവരുണ്ടാവില്ലല്ലോ, ഇവരുള്ള ദിവസം മാത്രമേ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് ഉണ്ടാക്കുകയുള്ളൂ. ഇല്ലാത്തതാണെങ്കിൽ ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ടി അങ്ങനെ കഴിക്കുകയുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴൊരു വിശപ്പ് അല്ലെങ്കിൽ ഒരു തൃപ്തി കിട്ടുള്ളൂ. അപ്പോൾ ഇവരാരും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്കങ്ങനെ ഫുഡ് കഴിക്കാനും തോന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിക്കാനുള്ളൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ വിസിൽ അവിടെ ബീഫ് ഒരു 4-5 അടി അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഓരോരുത്തരെ കുക്കറിനെ പോലെ ഇരിക്കും. അപ്പോൾ ബീഫൊക്കെ വെന്തുണ്ട്. പിന്നെ നമ്മൾ അരി മുന്നേ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അരി ഒന്ന് വരവെക്കുകയാണ് എടുത്തിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് നമുക്കൊരു സംഭവം വേണം ഈ ഒരു അഫ്ഗാനി പുലാവിലേക്ക് കേട്ടോ. നമുക്ക് ക്യാരറ്റും അതേപോലെ ബ്ലാക്ക് മുന്തിരി ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ മെയിന്. ഈ ഒരു അഫ്ഗാനി പുലാവിൻ്റെ മെയിന് ഇത്. ഈ 2 സംഭവങ്ങളും ഒരിക്കൽ പോലും മിസ്സാക്കരുത്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഇങ്ങനെ ചെറിയ നൈസായിട്ട് അരിഞ്ഞിട്ട് കിട്ടണം കേട്ടോ. ഇതേപോലെ നമ്മൾ കൊള്ളിനുറുക്കൊക്കെ കഴിക്കൂലേ, അതേപോലെ കിട്ടണം. നമ്മൾ ക്രഷ് ചെയ്താലും കാര്യമില്ല, ഇതേപോലെ കിട്ടണം. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു പിടി കറുത്ത മുന്തിരിയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഇതേപോലെ അരിഞ്ഞ് വെച്ച ക്യാരറ്റ് ഇട്ട് ആ ക്യാരറ്റ് ഒന്ന് വഴറ്റിയിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അതിലേക്ക് പഞ്ചസാര മെയിനായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു മധുരത്തോടുക്കനെ ഈ ഒരു പുലാവ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് ഓവർ മധുരമൊന്നുമില്ല കേട്ടോ. മധുരം ഇപ്പോൾ ഇഷ്ടമില്ലാത്തവർക്കും ഈ ഒരു എന്താ പറയുക പുലാവ് കഴിക്കുക, കാരണം നമുക്ക് ഓവർ മധുരമായിട്ട് വരുന്നില്ല. അപ്പോൾ എന്നിട്ട് അതാ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ ആ കറുത്ത മുന്തിരി ഉണ്ടല്ലോ, അത് കുരുല്ലാത്ത കറുത്ത മുന്തിരി വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കുരുവായിട്ട് വരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ബീഫൊക്കെ ഒന്നെടുത്ത് മാറ്റുകയാണ്.
അങ്ങനെ ബീഫൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ വെള്ളം ഒന്ന് അളക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് കൊണ്ടാണ് കേട്ടോ 3 കപ്പ് അല്ല 3 കപ്പല്ല 3 ഗ്ലാസ് വെള്ളം വേണം. അപ്പോൾ ഞാൻ അളന്നപ്പോൾ ഈ ഒരു കപ്പ് ഫുള്ളും പിന്നെ ഒരു ഗ്ലാസ്സിന് വേണ്ടത് നോക്കുമ്പോൾ ആ തരിയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ വെള്ളം. അപ്പോൾ ആ ഒരു കപ്പ് അതിലേക്ക് ഒഴിച്ച് പിന്നെ ഒരു ഗ്ലാസും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തപ്പോൾ അങ്ങനെ 3 ഗ്ലാസ് വെള്ളമായി. ഇനി ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ അരി വേവിച്ചിട്ട് വെക്കുകയാണ്. അപ്പോൾ ബീഫ് കുറച്ച് ഓവറായിട്ട് വെന്ത കാരണം ഞാൻ എന്ത് ചെയ്തു, ബീഫ് പിന്നെ ഇതിലിട്ടിട്ട് കുക്ക് ചെയ്തില്ല. ഒരു പകുതി വേവല്ല, ഒരു 100% അല്ല, ഒരു 30, ഒരു കുറച്ച് വേവ് കുറച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അരിയുടെ കൂടെ ബീഫും കൂടെ ഇട്ട് വെച്ചാൽ അതൊന്ന് സെറ്റാവും. എന്നാലും കുഴപ്പമില്ല കേട്ടോ, കാരണം നമ്മൾ ആ ബീഫ് ഓൾറെഡി സെറ്റായിട്ടുണ്ട്. പിന്നെ ആ വെള്ളത്തിൽ കിടന്നിട്ട് ചോറും സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ പിന്നെ അതിൻ്റെ മേലേക്ക് പിന്നെ ബീഫൊക്കെ വെച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, ആ ഒരു കൂട്ടും അതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് അതൊന്ന് കുറച്ച് നേരം ഒരു ദമ്മ് പോലെ അവിടെ മൂടി വെച്ച് അങ്ങനെ വെച്ച് കുറച്ച് നേരം കേട്ടോ. അത് കഴിഞ്ഞൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് വരുന്ന ടൈം ആകുമ്പോഴത്തേനും മുന്നേ സ്കൂളിൽ നിന്ന് എത്താറായിട്ടുണ്ട്. അങ്ങനെ പിന്നെ സ്കൂളിൽ നിന്നുള്ള വരവൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. അപ്പോഴത്തേനും പിന്നെ ആബിയും വന്ന് കേട്ടോ, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് പിന്നെ എന്നിട്ട് ഫുഡ് കഴിക്കാതിരിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പം മുന്നേ ഫ്രഷൊക്കെ ആയിട്ട് വരികയാണ്. നമ്മുടെ ഈ ഒരു പുലാവ് ഒന്ന് ചൂടുള്ള ചൂടോടുക്കനെ നമുക്ക് കഴിക്കണം കേട്ടോ. ഇത് എന്താ പറയുക, മോൻ വരാൻ നേരം വഴുകും അങ്ങനെ ചെയ്തു. പിന്നെ ഒന്ന് റെഡി ആയിട്ടിരിക്കുമ്പോഴത്തേനും ഇപ്പോൾ നമ്മളിവിടെ തണവ് ടൈമല്ലേ, അപ്പോൾ നമ്മൾ നെയ്യിലുണ്ടാക്കിയ കാരണം ഒരു ഇങ്ങനെ ചോറൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച്, അപ്പോൾ ഉണ്ടാക്കി ചൂടാറിനേക്കാളും മുന്നേ ഇത് കഴിക്കണം കേട്ടോ. അപ്പോൾ ചോറ് എന്താ പറയുക, നമുക്കിങ്ങനെ ഒട്ടാണ്ട് ഇങ്ങനെ കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷേ സംഭവം എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു തണവ് കാരണം നെയ്യ് പെട്ടെന്ന് നമുക്കിങ്ങനെ കട്ടാകുമല്ലേ, അപ്പോൾ ചോറും അതേപോലെ ഇങ്ങനെ കട്ടായ പോലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചോറിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു സംഭവം കൂട്ടി കഴിക്കണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ക്യാരറ്റും അതേപോലെ ഈ ഒരു ബ്ലാക്ക് മുന്തിരിയില്ലേ, അത് ഈ ഒരു ചോറിൻ്റെ കൂടെ കഴിച്ചാലാണ് ആ ചോറിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അങ്ങനെ പിന്നെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടുന്ന് കുറച്ചതിന് ശേഷം പിന്നെ ആബി ഡ്യൂട്ടിക്കും പോയി. പിന്നെ എന്താ പറയുക, ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഈവനിങ്ങിൻ്റെ ടൈമൊക്കെ ആയിട്ടാ. അങ്ങനെ ഈവനിങ്ങിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു, മഗ്‌രിബായി, നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇനി പിന്നെ രാത്രിക്കുള്ള ഫുഡ് റെഡിയാക്കാൻ നോക്കുകയാണ്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഹെവി ആയതുകൊണ്ട് എന്താ പറയുക, പുലാവ് ആയതുകൊണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ചെറിയ തട്ടിക്കൂട്ട് മതി എന്നുള്ള ലെവലിൽ അപ്പോൾ എന്ത് ചെയ്തു, നൂഡിൽസ് ഉണ്ടാക്കുക എന്നുള്ളതിൽ അങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് നമ്മളൊരിക്കൽ നാട്ടിലുള്ളപ്പോൾ നമ്മളൊരു മോനക്ക് ഇതേപോലെ തന്നെ സ്കൂളിൽ കൊണ്ടുപോകാനൊരു ഫുഡ് മറ്റേ എന്താ പറയുക, നമ്മൾ ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസ്, അത് സോസേജ് ഇട്ടിട്ട്. അതേപോലെ തന്നെ നമ്മൾ നൂഡിൽസ് സോസേജ് ഇട്ടിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു സബോള അതേപോലെ കൊത്തിയരിഞ്ഞതും പിന്നെ ക്യാരറ്റും മെയിൻ വേണ്ടുള്ളൂ. പിന്നെ നമ്മൾ മസാല, പിന്നെ ഈ നൂഡിൽസിലത്തെ മസാല ഞാൻ യൂസ് ചെയ്യാറില്ല, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന മസാല ആട്ടോ മുന്നാക്കി ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇടുള്ളൂ. നമ്മൾ ആ പാക്കറ്റിൽ വരുന്ന മസാലയും സംഭവങ്ങളുണ്ടല്ലോ അത് ഞാൻ യൂസ് ചെയ്യിക്കാറില്ല, കാരണം അതത്ര നല്ലൊരു സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ ഉണ്ടാക്കണ ആ ഒരു മസാല മാത്രമേ ഞാനിതിലേക്ക് മുന്നാക്കി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ക്യാരറ്റ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കി വെച്ച
മസാലയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ എന്ത് ചെയ്തു, സോസേജ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അരിഞ്ഞതും പിന്നെ അതാ കുറച്ചും കൂടെ മസാല ഇട്ട്, പിന്നെ കുറച്ച് സോയാ സോസും അതേപോലെ ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് ഹോട്ട് സോസും കൂടിയിട്ട് ഒഴിച്ച് ഇത് ഇത്ര ഉള്ളൂ. അത് കഴിഞ്ഞിട്ടൊന്ന് നല്ലപോലെ മിക്സ് ആക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നൂഡിൽസും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് പാസ്ത ഉണ്ടാക്കുക ഒക്കെ ഇതേപോലെ ഉണ്ടാക്കുക കേട്ടോ. അതേപോലെ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ മക്കൾക്ക് ഇതേപോലെ ലഞ്ചിനൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റണത് ഐറ്റംസാണ്. ഇപ്പോൾ ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ എന്താ പറയുക, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിലുണ്ടാക്കിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരണ വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.